ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ക്രിസ്മസ് ട്രീ ഇട്ട് വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വൈനിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവർ അത് കണ്ട് നോക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസ് റെസിപ്പിയുമായിട്ടാണ്. ഒരു ഫിഷ് മോളിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് 10 കഷ്ണം നെയ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ മീൻ ഏകദേശം ഒരു 750 ഗ്രാം തൂക്കമുണ്ടാവും. നെയ്മീൻ, ആഗോലി, കരിമീൻ ഇതുപോലുള്ള മീനുകൾ കൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും കൂടുതൽ നല്ലത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇവ നമുക്ക് ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഈ പൊടികളിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമുക്ക് മീനിന്റെ 2 സൈഡ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇപ്പോൾ അരപ്പെല്ലാം മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ഫിഷ് മോളിക്ക് വേണ്ടത് ഏലക്ക, കറയമ്പ്, പട്ട, വേപ്പില, പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞത്, ആവശ്യത്തിന് എണ്ണ, ഉപ്പുപൊടി. ഫിഷ് മോളിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണിത്. തേങ്ങയുടെ 1/4 പാലും 2/4 പാലും. ഞാനിവിടെ ഫ്രഷ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീൻ വറുക്കാനായിട്ട് ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഒരു 4-5 കഷ്ണം മീൻ വീതം ഇട്ട് വറുത്തെടുത്താൽ മതി. കൂടുതൽ കുത്തിയൊക്കെ നിറച്ചിട്ടുണ്ടെങ്കിൽ മീൻ തിരിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും ഉടഞ്ഞു പോകും. മീൻ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. കൂടുതൽ മൊരിഞ്ഞൊന്നും പോകണ്ട. ഇപ്പോൾ മീനിന്റെ ഒരു സൈഡും പാകമായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. മീൻ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെ കൂടുതൽ മൊരിഞ്ഞു പോകരുത്. ഒരു ഹാഫ് കുക്കായാൽ മതി. ഇപ്പോൾ മീൻ 2 സൈഡും പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. ബാക്കിയുള്ള മീനും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ എല്ലാ മീനും വറുത്തെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പട്ട, കറയമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇവ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം സവാള ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മല്ലിപ്പൊടി ഉപയോഗിക്കുമ്പോഴത്തേക്കും കറി ഒന്ന് കുറുകി കിട്ടുകയും അധിക ടേസ്റ്റും കറിക്കുണ്ടാവും. നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഉപയോഗിക്കാതെ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയെല്ലാം തക്കാളിലൊന്ന് പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കും. കൂടുതൽ ഉടഞ്ഞൊന്നും പോകണ്ട. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2/4 പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പോൾ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ മീൻ വറുത്തപ്പോഴും ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ കുറച്ച് ഉപ്പുപൊടി ചേർത്താൽ മതി. ഇത് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം.
ഗ്രേവി ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് മൂടി കൊടുക്കാം. ഇടയ്ക്ക് മൂടി മാറ്റി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒരു സ്പൂണൊന്നും ഇട്ട് ഇളക്കേണ്ട, മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. മീൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പൊ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 പാൽ ചേർത്തതിന് ശേഷം കറി ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഫിഷ് മോളി റെഡി ആയി കഴിഞ്ഞ് ഈ ക്രിസ്മസിന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് മോളി, പാലപ്പം, ബ്രെഡ് കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.